അലിയാക്കത്തില്ല, ഞാൻ ചെറിയൊരു കാര്യം പറയാനാണ് വോയിസ് ഒക്കെ അർജന്റല്ല, ഒഴിവുള്ളപ്പോൾ കേട്ടാൽ മതി. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ നിങ്ങളൊരു വീഡിയോയും അതുപോലെ അതിൻ്റെ ഒരു ടൈം സ്റ്റാമ്പും ഒരു ചെറിയൊരു ഭാഗം കേൾക്കാൻ വേണ്ടി അയച്ചതാണ്. പിന്നെ ഞാൻ പൊതുവെ നിങ്ങളുടെ വീഡിയോസ് കാണാറില്ലായിരുന്നു. അപ്പോൾ ഈ ഭാഗം ഞാൻ കണ്ടപ്പോൾ അതിൽ ചെറിയ ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചാൽ നന്നാന്ന് തോന്നി. ഒരു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ആയിരുന്നല്ല ഈ വോയിസ് അയക്കുന്നത്. ജസ്റ്റ് ആ കാര്യങ്ങൾ വിശദീകരിച്ചാൽ പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഉപകാരപ്പെടുമെന്നുള്ള നിലക്കാണ്. അപ്പോൾ അതൊരു മറുപടി ആയിട്ടൊന്നും വിചാരിക്കരുത്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതായിട്ട് കണ്ടാൽ മതി. ആയിക്കോട്ടെ, ഞാൻ അത് അടുത്ത വോയിസ് പറയാം. എന്താ വെച്ചാൽ ഞാൻ കണ്ട ഭാഗത്തുള്ളത്, അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെ ഉള്ളതെന്ന് അറിയില്ല, കുറച്ച് ഭാഗം ഞാൻ കണ്ട ഭാഗത്തുള്ള എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് മറ്റേ ഞങ്ങളൊരു വീഡിയോ ഉണ്ടല്ലോ ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള, ഞാൻ ജിഹാദിയാണ് എന്ന് ആദ്യം ടൈറ്റിൽ കൊടുത്ത, പിന്നെ ജിഹാദ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധം എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ശരി ഞങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു ടൈറ്റിലാണ് കൊടുത്തത്. പിന്നെ അതിൽ നിങ്ങൾ അന്നൊരു രാത്രി ലൈവ് വെച്ചു, അതിൽ ഇത് നാളെ മറുപടി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ മാറ്റി എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ വിശ്വസിക്കാൻ അങ്ങനെ പറയേണ്ട അറിയില്ല. വല്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പിന്നെ കളവ് പറയാറില്ല. അപ്പോൾ വല്ലാഹിയായിട്ട് പറയാണ്, നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ടീമിൽ ഒരാളും കണ്ടിട്ടില്ല. അന്നത്തെ ലൈവിൽ നിങ്ങൾ ഈ വിഷയം പറഞ്ഞതോ നിങ്ങൾ ഈ വിഷയം സൂചിപ്പിച്ചതോ ഒന്നും ഞങ്ങളുടെ ചർച്ചയിലും വന്നിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. അങ്ങനത്തെ സംഭവമേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ശരിയാണ്, പക്ഷേ ഞങ്ങളാരും കണ്ടിട്ടില്ല. ആ തമ്മിൽ മാറ്റാനുള്ള കാരണം അതുമല്ല. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് പിറ്റേന്ന് മാറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര പിന്നെ രസം തോന്നി. അപ്പോൾ വെച്ചാൽ അത് ഞങ്ങളുടെ ഇടയിൽ ചർച്ച വന്നൊരു പിന്നെ പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ. കാരണം വെച്ചാൽ ഞങ്ങളുടെ വ്യൂവേഴ്സ് ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള കുറച്ച് നിഷ്പക്ഷമായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊവക്കേറ്റീവ് ടൈറ്റിൽ അല്ല ഇപ്പം നല്ലത്. പ്രത്യേകിച്ചും ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ കുറച്ചും കൂടി അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള അവർക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രൂപത്തിലുള്ള ടൈറ്റിലും തമ്മിലൊക്കെയാണ് ആ വിഷയങ്ങൾ വേണ്ടത് എന്ന രൂപത്തിൽ ചർച്ച വന്നപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ഇന്റേണലി അങ്ങനെ ഒരു പിന്നെ ചർച്ച വന്നപ്പോൾ മാറ്റിയതാണ്. അല്ലാതെ അത് നിങ്ങളെ വീഡിയോ ഇപ്പം നിങ്ങൾ പറഞ്ഞതോ പിന്നെ വേറെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഇന്നലെ ഈ ഭാഗം കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉള്ളതായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അതൊരു വിഷയം. പിന്നെ വേറൊരു വിഷയം, അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് കണ്ടെന്ന് വെച്ചാൽ പിന്നെ ബിസിനസ് സ്റ്റുഡൻസിൻ്റെ ഒരു സമ്മേളനം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സ്ലോഗൻ ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന് പറഞ്ഞു. അതും നിങ്ങളെന്തോ ലൈവ് നടത്തിയത് കൊണ്ടും നിങ്ങൾ ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ പറഞ്ഞതുകൊണ്ടൊക്കെയാണ് ധർമ്മസമരം എന്ന് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ശരിക്ക് നിങ്ങൾ ഒന്ന് ആലോചിക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സംഘടനയുടെ ഒരു സമ്മേളനമാണ്. അതിൻ്റെ ചർച്ചകളൊക്കെ എത്ര മാസങ്ങളായിട്ട് നടക്കുന്നുണ്ടാവും. അതിൻ്റെ സ്ലോഗൻ ആണെങ്കിലും ഡേറ്റ് ആണെങ്കിലും ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള ചർച്ചയും ഇതൊക്കെയാണ്. നിങ്ങളെ ലൈവൊന്നും എനിക്ക് തോന്നില്ല സംഘടനയിൽ ഒരാൾ പോലും കാണുന്നുണ്ടാവുന്നു, എനിക്ക് തോന്നില്ല. അപ്പോൾ അതിനൊക്കെ ഇനി കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ എത്രയോ മുമ്പേ തീരുമാനമായി പോയ ടൈറ്റിലും സ്ലോഗനൊക്കെയാണിത്. അപ്പോൾ അതും നിങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ല. ശരിക്കും ഞാൻ സത്യസന്ധമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും പറയുന്നത്, നിങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ല അതിൻ്റെ ടൈറ്റിലിനോ അതിൻ്റെ കാര്യങ്ങൾക്കോ. നമ്മൾ വെച്ചാൽ ഒന്ന് മൊറാലിറ്റി വരണം, ധർമ്മം എന്ന് പറയുന്നത് വരണം, അതുപോലെ തന്നെ ഒരു വിപ്ലവാത്മകമാകണം. അതുകൊണ്ട് ധർമ്മസമരം എന്ന് കൊടുക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സംഘടന, അതുകൊണ്ട് വിദ്യാർത്ഥി കാലം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 3 തീമുകൾ വരണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്തത്. അപ്പോൾ അതായിട്ട് നിങ്ങളായിട്ടൊരു ബന്ധമില്ല. പിന്നെ ജിഹാദിൻ്റെ മറ്റൊരു പിന്നെ പദമാണ് ധർമ്മസമരം. തീർച്ചയായും പക്ഷേ നമ്മൾ പൊതുവെ നിങ്ങൾ നോക്കിയാൽ മതി, എംഎസ്എമ്മിൻ്റെ ആണെങ്കിലും മുജാഹിദ് സംഘടനകളുടേതാണെങ്കിലും നമ്മൾ ഈ സ്ലോഗനുകളിൽ അറബി പദങ്ങൾ പൊതുവെ വരാറില്ല. എവിടെയെങ്കിലും എപ്പോഴെങ്കിലൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ പൊതുവെ മലയാള പദങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അതും ഈ പറഞ്ഞ തീമുകൾ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ചർച്ച നടന്നതും കഴിഞ്ഞ മാസങ്ങാനും തീരുമാനമായതുമാണ് ഈ ടൈറ്റിലൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ബന്ധപ്പെട്ടത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതൊന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടില്ല. ഇതൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല, പബ്ലിക്കായിട്ട് മറുപടി പറയുക ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒന്നാമത് നമ്മൾ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ് നമ്മൾ തീരുമാനം. ആശയപരമായിട്ടുള്ളത് മാത്രം പറഞ്ഞത്. പിന്നെ രണ്ടാമത് മറുപടി പറയുമ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോസ് ഒക്കെ ഫുള്ളായിട്ട് കാണുകയും അതിന് മറുപടി പറയുക പാടല്ലോ. അപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ടും പബ്ലിക്കായിട്ട് മറുപടി പറയുന്നില്ല. ഞാനിത് നിങ്ങളുടെ ഈ വോയിസ് അയക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് രണ്ട് രൂപത്തിലാവാം. നിങ്ങൾ ഒരുപക്ഷേ പിന്നെ ഈ ആരിഫിൻ്റെ ഒക്കെ മാതിരി ആൾക്കാരെ പറ്റിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ മുമ്പിൽ ഇതാവാനും വേണ്ടി പിന്നെ സ്വയം ആത്മാർത്ഥതയില്ലാതെ പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അത് പിന്നെ ആരിഫൊക്കെ ചെയ്യുന്ന മാതിരി നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങളിത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നതെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിൽ മാറ്റി നിങ്ങൾ എന്തോ ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് പിന്നെ ഒരു സംഘടനയുടെ സ്ലോഗൻ മാറ്റി എന്നൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കാര്യമായൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ പറയല്ലോ ഈഗോ സെൻട്രിസം അല്ലെങ്കിൽ എന്താ പറയുക സെൽഫ് ഒബ്സഷൻ എന്നൊക്കെ പറയല്ലോ. അപ്പോൾ വെച്ചാൽ എല്ലാം ഞാൻ മുഖേനയാണ്, എന്നെ കൊണ്ടാണ്, എനിക്ക് ചുറ്റുമാണ് ലോകം എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത. അത് ഞങ്ങൾ ഒരു ആക്ഷേപിച്ചോ അങ്ങനെയൊന്നും പറയല്ല. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാരണം നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു കുലബന്ധം പോലും ഇല്ലാന്ന് നമ്മൾ പറയില്ലേ ഒരു പ്രയോഗത്തിൽ, അതുപോലെയുള്ള വിഷയമാണ് ഇതൊക്കെ. അതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കാര്യമായ ആ ഒരു പ്രശ്നം. അപ്പോൾ അത് ഈ നമ്മുടെ വിമർശന രംഗത്തും മറ്റും മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അടക്കം അത് വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് നല്ല സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ കണ്ടാൽ നന്നാവും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത് പറയുമ്പോൾ ഇത് വേറെ ആർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മാർത്ഥമായി അത് നിങ്ങളെ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറയാം. ആയിക്കോട്ടെ. പിന്നെ ബാക്കി ഞാൻ അറിയില്ല വേറെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്നുള്ളത് അറിയില്ല. ഈ ഭാഗം മാത്രമാണ് ഞാൻ കണ്ടത്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല ബാക്കിയൊന്നും. പിന്നെ ഇതേപോലെ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ പേഴ്സണായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണാനുള്ള സമയമില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് പേഴ്സണായിട്ട് കൂടി അറിയിച്ചാൽ ഞങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് പറയേണ്ടതുള്ളത്. ഇതൊക്കെ ഓരോരുത്തർ അയച്ചു തരുമ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളോട് പ്രതികരിക്കാനൊക്കെ പറ്റും അല്ലേ. വ്യക്തിപരമായിട്ട് ഞാൻ നുണ പറഞ്ഞു, ലിയാക്കത്ത് നുണ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ നുണ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ വയ്യാത്ത ബാസിലെ എനിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് പിന്നെ ഡയഗ്നോസ് ചെയ്യാനും അതിൽ എന്നെ ഉപദേശിക്കാനും എൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് ബാധിക്കാതിരിക്കാൻ എന്നെ പരിഗണിക്കാനൊക്കെ കാണിച്ച വലിയ മനസ്സിന് വലിയ നന്ദിയുണ്ട്. എന്തായാലും പല ഡോക്ടറുടെ പിന്നെ സൈക്കോളജിക്കൽ കൺസൾട്ടിങ് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ആളെ ഊശിയാക്കാൻ വേണ്ടി അയച്ച മെസ്സേജ് ആണ് എന്നതുകൊണ്ട് ഇത് പിന്നെ ബാക്കിയുള്ളവരോട് കേൾക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.
ലിയാക്കത്ത് എന്താണ് ജതും കണ്ടുണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നൊക്കെ. ഞാനൊരു വ്യക്തി നിലക്ക് അത് കണ്ടപ്പോൾ ഞാൻ ആ ഭാഗം ആണ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു സാധാപം ഒരു വ്യക്തി നിലക്ക് ഉണ്ടാവല്ലോ. നിങ്ങൾ എന്തൊക്കെ നമ്മളെ വിമർശിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തി നിലക്ക് ഇങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആയിരിക്കും, അറിയാതെ വരുന്ന ചിന്തകളാണിത്. എന്നുവെച്ചാൽ ശരിക്കും ഇത് ഇപ്പം ഞാനൊരു ഡെന്റിസ്റ്റ് സൈക്കോളജി പറയുന്നല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരാളെ കൺസൾട്ട് ചെയ്യാനില്ല. ഞാൻ നിങ്ങൾക്ക് മാനസിക രോഗമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞതല്ലോ. ആരെങ്കിലും കൺസൾട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കിങ്ങനെ പിന്നെ നമ്മൾ പൊതുവെ വായിക്കല്ലോ സൈക്കോളജി ഒക്കെ വായിക്കുമ്പോൾ അഡോളസൻസിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ ഒരു ഈഗോ സെൻട്രിസം ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും, ഒരു 10-12 മുതൽ ഒരു 15 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കൊക്കെ തോന്നും എന്റെ ചുറ്റുമാണ് ലോകം കറങ്ങുന്നത്, എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ കാരണമാണെല്ലാം എന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് അഡോളസൻസിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ചില ആളുകൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ അഡോളസൻസ് കഴിയുമ്പോൾ അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ അത് മാറേണ്ടതാണ്. പക്ഷേ ചില ആളുകൾക്ക് മാറില്ല. അത് അവരുടെ പ്രശ്നമൊന്നുമല്ല, അത് അവർക്ക് അറിയാതെ അങ്ങനെ സംഭവിക്കും. പക്ഷേ അത് ചെറിയൊരു കൺസൾട്ടിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റും, അത് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഏകദേശം ഉറപ്പ് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഭയങ്കര പേഴ്സണലായിട്ട് ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് എടുക്കുകയല്ല വേണ്ടത്. കുറച്ച് ഒന്ന് ചിന്തിച്ചു നോക്കത്രേ ഉള്ളൂ. കാരണം ഇത് നിങ്ങളുടെ ഒരു ബന്ധമില്ലാത്ത ഒരു 7 അയലത്ത് പോലും നിങ്ങൾ വരാത്തൊരു വിഷയമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ എന്തോ ഒരു വലിയ നേട്ടമായിട്ടൊക്കെ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള ഒരു ഇത് തോന്നിയുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ശത്രുപക്ഷത്ത് തീർത്തി അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള ഒരു ഗുണാംശമായിട്ട് പറഞ്ഞതായിട്ട് എടുത്താൽ മതി. ആയിക്കോട്ടെ, ഇപ്പോൾ കണ്ടക്റ്റാക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് മോശം. കാരണം അത് എന്താ നിങ്ങൾ ചെയ്തോളി, യൂട്യൂബിൻ്റെ അൽഗോ ഇതൊക്കെ നിങ്ങളാണല്ലോ. അപ്പോൾ എന്തായാലും പറഞ്ഞത് മാത്രം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആലോചിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു കൺസൾട്ടിങ് എടുക്കുന്നത് നല്ലതാണ്. കാരണം അത്രയും ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് നിങ്ങളിലേക്ക് ചേർത്തി പറയുന്നത്. ആയിക്കോട്ടെ, എന്തായാലും നടക്കട്ടെ. അത് മാത്രമല്ല ബാസിലെ, ഞാൻ പിന്നെ ഇപ്പോൾ എന്നെ പോലെയുള്ള മതവിമർശകർ, ആ മതവിമർശകരുടെ ഇൻറ്റൻഷൻ എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു തെളിവും അടിസ്ഥാനമില്ലാത്ത നുണകൾ കൃത്യമായി പറഞ്ഞ് പ്രചരിപ്പിക്കുകയും വ്യക്തികളെ ടാർഗറ്റ് ചെയ്യും, ആശയത്തിൽ തൊടാതിരിക്കുകയും ചെയ്യുക എന്ന നിലപാട് നിരന്തരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് UA ടീം പൊതുവിൽ. എന്നിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന കുറേ അവകാശവാദങ്ങളുണ്ട്. വിസ്ഡം ഗ്രൂപ്പിൻ്റെ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഇസ്ലാം വിമർശകരുടെ കഥ കഴിഞ്ഞു. 10-13 നുണകൾ നമ്മൾ പൊളിച്ചടുക്കിയപ്പോൾ പിന്നീട് അവരുടെ പൊടി പോലും കാണാനില്ല. ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കിതൊന്നും തോന്നിയില്ല? പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പരാമർശിച്ച വിഷയങ്ങൾ നിങ്ങളത് കേട്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നല്ല. ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു, അതിന് തൊട്ടടുത്ത ദിവസം അത് മാറി. അത് നിങ്ങൾ കണ്ടിട്ട് ആലോചിച്ച് തീരുമാനിച്ചാണോ കാണാതെ തീരുമാനിച്ചാണോ എന്നുള്ളത് ഇറലവൻ്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഇത് നടന്ന സംഭവമാണ്. ഓക്കെ, ഞാൻ പൊതുവിൽ ഒരു കാര്യത്തിനും അവകാശവാദം എടുത്ത് ഉന്നയിക്കാത്ത ആളാണ്. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടം എന്ന രീതിയിൽ ഞാൻ എവിടെയും അങ്ങനെ കാര്യമായിട്ട് എടുത്ത് പറയാറില്ല. അതിൻ്റെ ആവശ്യമില്ല. വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് ഇവിടെ സ്വതന്ത്ര ചിന്തകർ മാത്രം ഉണ്ടായതുകൊണ്ടാണ് എന്ന് പോലും ഞാൻ അവകാശവാദം ഉന്നയിക്കാത്ത ആളാണ്. എന്ന് മാത്രമല്ല അതങ്ങനെ പറയാറുണ്ട്. ആളുകൾ വായിക്കുന്നതും പഠിക്കുന്നത് കൊണ്ടും എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളുടെ അതിര് കവിഞ്ഞ പ്രബോധന ശ്രമങ്ങളൊക്കെ കൊണ്ടാണ് ഈ ചോദ്യോത്തരവും സ്നേഹ സംവാദം എന്നുള്ള കലാപരിപാടികൾ കൊണ്ടാണ് ആളുകൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിൽ നമ്മളുടെ വീഡിയോ കേൾക്കുന്നവരും പിന്നെ എഴുത്തുകൾ വായിക്കുന്നവരും ഉണ്ടാവാം. പക്ഷേ അങ്ങനെ ഒരാൾ എഴുത്ത് കണ്ടോ അല്ലെങ്കിൽ എഴുത്ത് വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ ഒരാൾ ഇസ്ലാം ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. അത്ര മൗഢ്യങ്ങളൊന്നുള്ള ആളല്ല. പിന്നെ ഇത്തരം അവകാശവാദങ്ങൾ ഇപ്പോൾ ഓരോ ആളുകൾ ഓരോ ടീം അർഹിക്കുന്ന രീതിയിലാണ് അതിനുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ട് വരിക. നിങ്ങൾ നുണ പറയുന്നു എന്ന് പറയുന്ന ആക്ഷേപം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് വിളിച്ചത് അതിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, ആ തെറ്റിദ്ധാരണയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, ഞാൻ നുണ പറഞ്ഞെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നുണയാണെന്ന് എനിക്ക് ബോധ്യമെങ്കിൽ തിരുത്താൻ, അല്ലെങ്കിൽ അബദ്ധം പറ്റിയാണെങ്കിൽ തിരുത്താൻ ഈ ഉദ്ദേശത്തിൽ വിളിച്ച എന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ കാരണം കൊണ്ടാണ് ആ കോൾ റിപ്പോർട്ട് പുറത്തു വരേണ്ടി വന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാം. വ്യക്തിപരമായിട്ടും മാന്യമായിട്ടും ഒക്കെ പരസ്പരം സംസാരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ മറ്റുള്ളവരെ ആകെ അങ്ങ് ഊശിയാക്കിയിട്ട് എന്നിട്ട് അവർ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് കുറിക്ക് കൊള്ളുമ്പോൾ മാത്രം വ്യക്തിപരമായി മെസ്സേജ് ചെയ്യുക, അതൊന്നും ശരിയായ രീതിയല്ല. ഓക്കെ, അല്ല, ഫോണിൽ വിളിച്ച് നിങ്ങൾ പറഞ്ഞ നുണകൾ പറയാതിരിക്കാൻ കാരണം ഞാൻ അന്ന് ഫോണിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് എന്നെക്കുറിച്ചോ എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ നല്ല നുണ പറഞ്ഞത്. ഈവൻ എന്നോട് പേഴ്സണലി അല്ല നുണ പറഞ്ഞത്, നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞ നുണകളാണ്. ആ പബ്ലിക്കായ നുണകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് പബ്ലിക്കായിട്ടാണ്. നിങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് പേഴ്സണലി പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് അതന്ന് പിന്നെ നിനക്ക് പറയാതിരുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെയാണ്. നമുക്ക് വിഷയാധിഷ്ഠമായ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വീഡിയോസ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചെയ്യുന്നത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇനി നിങ്ങൾക്ക് നേരിട്ട് തന്നെ വേണം നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ ലൈവായിട്ട് പിന്നെ സംവദിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ അത് ആ നിലക്ക് പോട്ടെ, വിഷയാധിഷ്ഠ കാര്യങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതൊരു മോശമാണ്. കാരണം ഒരു വ്യക്തിനെ ആ നിലക്ക് പറയുന്നത് പോലെയാണ് അത് വരിക. അൾട്ടിമേറ്റ്ലി അതൊരിക്കലും ഒരു ഗുണാംശം ആവില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ സംസാരങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തോന്നി, അത് നിങ്ങളോട് പേഴ്സണലി പറഞ്ഞു മാത്രം. നിങ്ങൾ ഭയങ്കര വേറെ രൂപത്തിൽ പേഴ്സണൽ ആയിട്ട് തീർക്കണമെന്നില്ല. ഓക്കെ, അത് പൊതുവേ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് തോന്നി. മുമ്പ് ഈ അക്ബർ സാഹിബായിട്ടുള്ള സംവാദത്തിന്റെ സമയത്ത് എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തത്. കാരണം വെച്ചാൽ സത്യം പറയാം, നമ്മളെല്ലാവരും ഈ പിന്നെ സംവാദത്തിന്റെ തലേന്നൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ തന്നെ സംവാദത്തിന് റെഡി ആവുകയും സംവാദത്തിന്റെ വിഷയങ്ങൾ പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ്. നിങ്ങളെ ഇടപെടലുകളൊന്നും അവിടെ ആരും നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ അതിന്റെ ശേഷമുള്ള ഒരു വീഡിയോ ഞങ്ങൾ എന്താ വെച്ചാൽ എൻ്റെ ഇടപെടൽ കൊണ്ടുകൂടിയാണ് അക്ബർ സംവാദത്തിൽ വന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, അതിൽ അഭിമാനമുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ അക്ബർ എന്തോ വേറെ റൂം എടുത്തുന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ സംഭവം ഒന്നും ഒന്നാമത് സംഭവമേ ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ല. എന്തായാലും സംവാദം നടക്കണം. പക്ഷേ യുക്തിവാദി സംഘത്തിന്റെ ആ ഒരു ജനാധിപത്യ വിരുദ്ധത ആളുകൾക്ക് മുമ്പിൽ തുറന്നു കാട്ടണമെന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ റൂം എടുത്തതിനെ കുറിച്ച് വേറെ റൂമിൽ പോകുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളതൊക്കെ ഇങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു ഈഗോ സെൻട്രിക് ആയിട്ട് ആണ് ചിന്തിക്കുന്നത്. അപ്പോൾ
ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ആ വീഡിയോസൊക്കെ അക്ബർ സാഹിബ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾക്കത് സംഭവം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര ചിരി വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പൊതുവായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞോളൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയം ഇപ്പോൾ എന്താ പറയുക, ജിഹാദുമായിട്ട് വന്നിട്ടുള്ള ടൈറ്റിൽ നിങ്ങൾ ലൈവിൽ പറഞ്ഞപ്പോൾ യാദൃശ്ചികമായി അത് മാറി എന്നല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പിറ്റേന്ന് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആ തമ്മിൽ മാറ്റിയിരിക്കുന്നു, അബ്ദുള്ള അബ്ബാസിൽ ഇങ്ങനെ പേടിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ലൈവിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ വേറെ ചർച്ചയുടെ ഭാഗമായിട്ട് മാറ്റിയതാണ്. അതേപോലെ വിസിറ്റർ സ്റ്റുഡൻസിന്റെ ക്യാപ്ഷൻ അതൊന്നും കമ്മിറ്റിയിലുള്ള ഞാനായിരിക്കും കുറച്ചെങ്കിലും നിങ്ങളെ സംസാരം എവിടെയെങ്കിലൊക്കെ കേൾക്കുന്നത്, ബാക്കി ആരും നിങ്ങളുടെ സംസാരം കേൾക്കാറ് തന്നെ ഇല്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങളൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കാര്യമായ ആ നിലക്കൊരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്, ഒരു സെൽഫ് ഒബ്സസീവ് ബിഹേവിയർ എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒന്ന് ഞാൻ ഇത് നിങ്ങളൊരു ചർച്ചയായിട്ട് ഒരു തർക്കമായിട്ട് എടുക്കണമെന്നില്ല, അത് നിങ്ങൾ ഒഴിവുള്ളപ്പോൾ ആലോചിച്ചാൽ മതി. പിന്നെ ബാസിലെ അത് ഈ വിട്ടാളാ, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ബാസിൽ വല്ലാതെ വറി ചെയ്യേണ്ട, ഡോൺ വറി, അത് ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റുന്ന ആളുകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് 2 പല്ല് പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ 2 റൂട്ട് കനാൽ ചെയ്യാനുണ്ട്. അതിലെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് തരുമെങ്കിൽ ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.